ഋഷി നോറയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുമോ? നോറ ഇവിടെ ഏകദേശം 2 മണിക്കൂർ അടുപ്പിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. നോറയുടെ റെക്കോർഡ് ഋഷി ബ്രേക്ക് ചെയ്യും. നന്ദന ഔട്ടായിരിക്കുകയാണ്, 2 മണിക്കൂർ നിന്നു ഏകദേശം. സിജോ കയറിയ പാട് ഒരു 10-15 മിനിറ്റ് നിന്നിട്ടുണ്ടാവും. ജാസ്മിൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഔട്ടായിട്ടുണ്ട്. അർജുനാണ് ഇപ്പൊ കയറിയിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ഇതുവരെ നിന്നതിൽ നോറയാണ് നന്നായിട്ട് നിന്നത്. അത് കഴിഞ്ഞ് സായി, പിന്നെ അത് കഴിഞ്ഞ് നന്ദന കയറിയായിരുന്നു. നന്ദന ഏകദേശം 1 മണിക്കൂർ 55 മിനിറ്റ് നിന്നിട്ടുണ്ട് ഏകദേശം. കറക്റ്റ് ടൈമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ബിഗ് ബോസ്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അതിൻ്റെ ഇടയിൽ കൂടെ അഭിഷേക് കയറിയിട്ട് അഭിഷേകിന് ഒട്ടും പറ്റത്തില്ല. അഭിഷേക് ആണെന്ന് ഏറ്റവും കുറച്ച് സമയത്തിനുള്ളിൽ ഔട്ടായത്. വിത്തിൻ സെക്കൻഡ്സ് പുള്ളിക്കാരൻ ഔട്ടായി. അതിൻ്റെ ഇടയിൽ കഴിഞ്ഞാൽ ഋഷി കയറിയത്. ഋഷി നന്ദനെ നിന്നു. നന്ദന കാല് വയ്യാണ്ട് പോയി. ഏകദേശം 2 മണിക്കൂർ അടുപ്പിച്ച് നന്ദന നിന്നു. ഋഷി ഇപ്പോഴും നിൽക്കുകയാണ്. നോറയുടെ റെക്കോർഡ് ഋഷി ബ്രേക്ക് ചെയ്യുമെന്ന് കണ്ടറിയാം. ബ്രേക്ക് ചെയ്യും, ഇങ്ങനെ പോയാൽ ബ്രേക്ക് ചെയ്യും. പോക്കറ്റ് കൈയിട്ടുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആടി നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നന്ദന ഔട്ടായ സ്ഥലത്തൂടെ സിജോ കയറി. സിജോ കയറിയ ശേഷം ഒരു 10-15 മിനിറ്റ് നിന്നിട്ടുണ്ടാവും, 10 മിനിറ്റൊക്കെ നിന്നിട്ടുണ്ടാവും. കാല് മസിൽ കയറിയിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ജാസ്മിനാണ് കയറിയത്. ജാസ്മിൻ എന്നെ കൊണ്ടൊന്നും മേലെ ഇതൊന്നും എടുക്കാനൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ തന്നെ പൊട്ടിച്ചിട്ട് അവിടെ പോയി കിടക്കുകയാണ്. അത് കഴിഞ്ഞ് അർജുനാണ് കയറിയത്. ഇപ്പോൾ അർജുനും ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും മിക്കവാറും. എനിക്ക് തോന്നുന്നു ഋഷി, നോറ, അർജുൻ, ഇവർ 3 പേരുമാണ്. നന്ദന 4 പേരുണ്ട്. അതിനൊക്കെ ക്രോസ് ചെയ്താലേ ഇനി ജിൻഡോയ്ക്കും ശ്രീധുവിനും ഇതിനകത്തൊരു ചാൻസ് ഉള്ളൂ. അവർ ചെയ്യുമെന്നൊന്നും എനിക്കൊരു തോന്നുന്നില്ല. കാര്യം എനിക്കറിയത്തില്ല ശ്രീധുവിൻ്റെ കാര്യവും ജിൻഡോയുടെ കാര്യവും. ഓക്കെ, കാലിന് എത്ര പവർ ഉണ്ടെന്നും അടിയിൽ എത്ര മാത്രം നിൽക്കാൻ പറ്റുമെന്ന്. കാര്യം ഭയങ്കര ലൈറ്റാണ് വെയിറ്റ്, അത് നല്ല പ്രഷറായിരിക്കും കാലിൽ. അപ്പോൾ ഇതാണ് ഇപ്പോൾ കറണ്ട് അപ്ഡേറ്റ്, വേറൊന്നുമില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് തീരും കേട്ടാ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു നേരം കണ്ടിന് അടുത്ത ടാസ്ക് വരാൻ പോണം, മുഖമുദ്ര. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. അർജുൻ ഇപ്പോൾ 11 നിൽക്കുകയാണ്. അർജുനൊരു മാറ്റമില്ല. അപ്പോൾ അർജുൻ പറഞ്ഞു അടുത്ത ഒരു 8-9 ടാസ്കിലൊക്കെ പിടിക്കാം എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുന്നത്. നമുക്ക് നോക്കാം ആരായിരിക്കും. ഇപ്പോൾ ഋഷിയൊക്കെയാണ് കയറി വരുന്നത്. ഋഷി, നന്ദന, അർജുൻ കയറി വരുന്നുണ്ട്. ഇവരൊക്കെയാണ് കയറി വരുന്നത്. ഋഷി നന്നായിട്ട് കയറി വരുന്നുണ്ട്. ഇന്നത്തെ ടാസ്കിലും കൂടെ വിജയിച്ച് കഴിഞ്ഞാൽ 3 പോയിന്റും കൂടെ കിട്ടും, 9 പോയിന്റ് ആവും. അപ്പോൾ നോക്കാം. അഭിഷേകിൻ്റെ കൂടെ കട്ടയ്ക്ക് പോരാട്ടം നിന്നാലേ രസമുള്ളൂ. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.